ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ബീഫ് മന്തിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം എല്ലാ സ്പൈസസും ആ എണ്ണയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ചെറുതായി അരിഞ്ഞ സവാള അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. ചിക്കൻ മാഗി ക്യൂബ് 2 ക്യൂബ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 ക്യൂബ് ഇടുന്ന വീഡിയോയിലുള്ളൂ, 2 ക്യൂബ് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ മുളക് പൊടി എരിവ് കുറഞ്ഞതാണ്. എരിവ് കൂടുതലായിട്ടുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. അതിനുശേഷം എന്തെങ്കിലും അറബിക് മസാല ആഡ് ചെയ്യണം. ഞാൻ ചിക്കൻ മന്തി സോറി മന്തി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ച് ശകലം പാളിപ്പോയിട്ടുണ്ട്. തൈര് ഒഴിച്ച് അതിലോട്ട് നമ്മൾ കഴുകി വാർത്ത് വെച്ച ബീഫ് അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശകലം വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കുറച്ച് ടൈം ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി വെക്കണം കേട്ടോ. നമ്മൾ തൊട്ടടുത്ത അടുപ്പിൽ അരി തിളപ്പിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം കൂടെ ചേർത്തതിന് ശേഷമായിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ടുള്ളത്. കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്താൽ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. വൈറ്റ് ബസ്മതി റൈസ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെള്ളം തിളച്ചപ്പോൾ അരി ആഡ് ചെയ്തിട്ടുണ്ട്. പട്ട, ഉപ്പ് ആണ് വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു മാഗി ക്യൂബും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ ബീഫിന് 5-6 വിസിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ബീഫിനനുസരിച്ച് അത് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവണം ബീഫ്. പിന്നെ ബീഫിൻ്റെ സ്റ്റോക്കും അതിൻ്റെ ബീഫും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ആ ബീഫ് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ. അതിനുശേഷം അല്പം അറബിക് മസാലയും നന്നായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിൽ. ആ ടൈമിൽ കുരുമുളക് പൊടി ആഡ് ചെയ്താൽ നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. റൈസ് അടിയിൽ അതിന് മുകളിൽ കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കുക. വീണ്ടും റൈസ് ആഡ് ചെയ്യുക. അതിന് ശേഷം ബാക്കിയുള്ള സ്റ്റോക്ക് എല്ലാം ചോറിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യണം. ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആ എണ്ണയോട് കൂടി തന്നെ നമ്മൾ ആ റൈസൊക്കെ ആഡ് ചെയ്യണം. ശേഷം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം പച്ചമുളക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ് ഇടാൻ. പിന്നെ ഒരു 15 മിനിറ്റ് നല്ല ചെറിയ ഫ്ലെയിമിൽ 15 മിനിറ്റ് സ്റ്റവ് ടോപ്പിൽ തന്നെ വെച്ചതിന് ശേഷം ഓഫാക്കി കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് ബീഫ് വേറെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.